വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ പൗരാണിക ദാർശനികനും മഹാപണ്ഡിതനുമായിരുന്ന ആചാര്യ ചാണക്യൻ്റെ വീക്ഷണത്തിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എത്രമാത്രം സങ്കീർണവും അതേസമയം പ്രവചനാതീതവുമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ചാണക്യനീതി എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ അദ്ദേഹം മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ബന്ധങ്ങളുടെ സങ്കീർണതകളെക്കുറിച്ചും ആഴത്തിൽ പഠിപ്പിക്കുന്നു. മനുഷ്യർക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ലോകം കാണുന്ന സുന്ദരമായ മുഖം, മറ്റൊന്ന് യഥാർത്ഥത്തിൽ അവരിൽ ഒളിഞ്ഞിരിക്കുന്ന ആന്തരിക ലോകം. ഈ രണ്ട് മുഖങ്ങളെയും തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ആചാര്യ ചാണക്യൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരുടെ 7 മുഖമുദ്രകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ അറിവ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവരെ വശീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണം അവർ അമിതമായി അഭിനയിക്കുന്നു എന്നുള്ളതാണ്. ചാണക്യൻ്റെ ദൃഷ്ടിയിൽ അമിതമായ അഭിനയം സ്വാർത്ഥ താല്പര്യങ്ങളുള്ളവരുടെ മുഖമുദ്രയാണ്. ഒരു വ്യക്തി തൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ മറച്ചുവെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനായി ചമഞ്ഞ് പെരുമാറുമ്പോൾ അതവർക്ക് എന്തൊക്കെയോ നേടാനുണ്ട് എന്നതിൻ്റെ സൂചന നൽകുന്നു. ഇവർ തങ്ങളുടെ നേട്ടങ്ങളെയും കഴിവുകളെയും പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്നു. താൻ ആരുടെയും സഹായമില്ലാതെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയ ധീരനാണ് എന്ന് ഇവർ വരുത്തി തീർക്കുന്നു. സഹതാപം പിടിച്ചു പറ്റാനായി തൻ്റെ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും വർണ്ണിച്ചുകൊണ്ട് ദുരന്തകഥകൾ മെനഞ്ഞുണ്ടാക്കാനും ഇവർക്ക് മടിയില്ല. ഇതിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ താനൊരു നിസ്സഹായനാണ് എന്ന് തോന്നിപ്പിച്ച് അവരുടെ പിന്തുണ നേടാൻ ഇവർ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള അഭിനയത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം ആളുകളുടെ വിശ്വാസം നേടിയെടുത്ത് അവരെ തൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതാണ്. ഒരു നല്ല ഭടൻ പോലും യുദ്ധഭൂമിയിൽ തൻ്റെ ശക്തിയെക്കുറിച്ച് അനാവശ്യമായി വീമ്പ് പറയാറില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ഇവർ പലപ്പോഴും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നിങ്ങളുടെ വിശ്വസ്തത നേടിയെടുക്കും. ഈ തന്ത്രം ഉപയോഗിച്ച് അവർ നിങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്നു. പിന്നീട് നിങ്ങളുടെ വികാരങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ലക്ഷണം ഒരു വ്യക്തി എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ചാണക്യൻ്റെ തത്വമനുസരിച്ച് വിവേകമുള്ള ഒരു വ്യക്തി മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യും. എന്നാൽ വശീകരണ സ്വഭാവമുള്ള ആളുകൾക്ക് അതിന് കഴിയുകയില്ല. ഒരു സംഭാഷണത്തിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇവർ അവരെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും സംഭാഷണത്തിൻ്റെ വിഷയം തൻ്റെ താല്പര്യങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ഒരു നല്ല ഭരണാധികാരി തൻ്റെ പ്രജകളുടെ വാക്കുകൾക്ക് കാതോർക്കും. എന്നാൽ ഈ കൂട്ടർ തങ്ങളുടെ ശബ്ദം മാത്രമാണ് കേൾക്കപ്പെടേണ്ടതെന്ന് വിശ്വസിക്കുന്നു. ഈ പെരുമാറ്റം അവരുടെ ഉള്ളിലുള്ള അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമാണ്. തങ്ങൾ മറ്റുള്ളവരെക്കാൾ പ്രധാനപ്പെട്ടവരാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കുവാൻ ഇവർ ഈ തന്ത്രം ഉപയോഗിക്കുന്നു. തൻ്റെ സാന്നിധ്യം അറിയിക്കാനായി ശബ്ദമുയർത്തി സംസാരിക്കുക, അനാവശ്യമായ ആംഗ്യങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുക തുടങ്ങിയ രീതികളും ഇവർ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ തങ്ങളുടെ പ്രാധാന്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇവർ ശ്രമിക്കുകയാണ്. മൂന്നാമത്തെ ലക്ഷണം ഇഷ്ടം പിടിച്ചുപറ്റൽ. ചാണക്യൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് സ്വന്തമായി ഒരു നിലപാടോ ആദർശങ്ങളോ ഉണ്ടാവുകയില്ല. അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളോ ധാർമ്മികമായ കാഴ്ചപ്പാടുകളോ ഇല്ല. ഒരു കൂട്ടായ്മയിൽ ഒരാൾ ഒരു കാര്യത്തെ അനുകൂലിക്കുമ്പോൾ ഇവർ അതിനെ പിന്തുണയ്ക്കും. എന്നാൽ അതേ കാര്യം മറ്റൊരു കൂട്ടത്തിൽ എതിർക്കപ്പെടുമ്പോൾ ഇവർ മറുകണ്ഠം ചാടി അവരുടെ ഭാഗം ചേരുന്നു. ഇവർ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെയും ഇഷ്ടങ്ങളെയും മറച്ചുവെച്ച്
മറ്റുള്ളവരുടെ അംഗീകാരം മാത്രം ലക്ഷ്യമിടുന്നു. ഇതിലൂടെ അവർക്കെല്ലാവരുടെയും നല്ല സുഹൃത്തായി സ്വയം അവതരിപ്പിക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ ഒരു നിർണായക ഘട്ടത്തിലും വിശ്വസിക്കുവാൻ കഴിയുകയില്ല എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം അവർക്ക് സ്വന്തമായ ഒരു നിലപാടില്ലാത്തതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ നിങ്ങളെ ഒറ്റിക്കൊടുക്കാനും മടിക്കുകയില്ല. അവരുടെ സൗഹൃദം ഒരു താൽക്കാലിക സൗകര്യം മാത്രമാണ്. തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഇവർ ആരുടെയും പക്ഷം ചേരാൻ തയ്യാറാണ്. നാലാമതായി, അഭിപ്രായങ്ങളുടെ അടിച്ചേൽപ്പിക്കൽ. ജ്ഞാനിയായ ഒരു വ്യക്തി സംവാദങ്ങളിൽ ഏർപ്പെടുന്നത് സത്യം കണ്ടെത്താനാണ്. എന്നാൽ വശീകരണ സ്വഭാവമുള്ളവർ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ജയിക്കുവാൻ വേണ്ടി മാത്രമാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ഭരണം കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സ്വഭാവമുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാറേയില്ല. അവർ തൻ്റെ കാഴ്ചപ്പാടുകളാണ് ശരിയെന്ന് വാദിക്കുകയും മറ്റുള്ളവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. തർക്കങ്ങൾ വ്യക്തിപരമായ ആക്രമണമാക്കി മാറ്റാനും ഇവർക്ക് മടിയില്ല. ഇതിലൂടെ സംഭാഷണത്തിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണ് എന്ന് ഇവർ വരുത്തി തീർക്കുന്നു. തൻ്റെ ചിന്തകൾക്കനുസരിച്ച് മറ്റുള്ളവരെ ചിന്തിപ്പിക്കാനും തൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കാനും ഇവർ ശ്രമിക്കുന്നു. ഈ സ്വഭാവം അവർക്ക് ചുറ്റുമുള്ളവരെ അടിച്ചമർത്താനും തൻ്റെ ആധിപത്യം സ്ഥാപിക്കുവാനും സഹായിക്കുന്നു. അഞ്ചാമത്തെ ലക്ഷണം അസൂയയും കുറ്റപ്പെടുത്തലും. ചാണക്യനീതിയിൽ ഒരു നല്ല സുഹൃത്ത് മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുമെന്നും അവരുടെ പരാജയത്തിൽ ദുഃഖിക്കുമെന്നും പറയുന്നു. എന്നാൽ വശീകരണ സ്വഭാവമുള്ളവർക്ക് മറ്റുള്ളവരുടെ വിജയം സഹിക്കുവാൻ കഴിയുകയില്ല. അവർക്ക് അസൂയ തോന്നുകയും അതിൻ്റെ ഫലമായി ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഒരു സുഹൃത്തിന് പുതിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ അതിനെ ചെറുതാക്കി കാണിക്കുകയും അതിന് പിന്നിലെ അധ്വാനത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യും. മാത്രമല്ല, മറ്റൊരാൾക്ക് എന്തെങ്കിലും ദുരിതമുണ്ടായാൽ അതിലിവർ സന്തോഷം കണ്ടെത്തും. ഇതവരുടെ ദുഷിച്ച മനസ്സിൻ്റെ പ്രതിഫലനമാണ്. അത്തരത്തിലുള്ള ആളുകൾ യഥാർത്ഥ സൗഹൃദത്തിന് അർഹരല്ല എന്ന് ചാണക്യൻ പറയുന്നു. അവർ നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിനു പകരം താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കും. അവരുടെ വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താനും നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. ആറാമതായി, നുണകളും കെട്ടിച്ചമച്ച കഥകളും. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഒരു നേതാവ് സത്യസന്ധനായിരിക്കണം. എന്നാൽ വശീകരണ സ്വഭാവമുള്ളവർ തങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നുണകളും കെട്ടിച്ചമച്ച കഥകളും പ്രചരിപ്പിക്കുന്നു. അവർ തങ്ങളുടെ ജീവിതം അത്ഭുതകരമായ സംഭവങ്ങളാൽ നിറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കുന്നു. ഇതിലൂടെ സമൂഹത്തിൽ തനിക്കുള്ള സ്ഥാനവും ബഹുമാനവും വർദ്ധിപ്പിക്കുവാൻ ഇവർ ശ്രമിക്കുന്നു. ഈ നുണകൾ അത്ര വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനാൽ പലരും അത് സത്യമാണ് എന്ന് വിശ്വസിച്ചു പോകും. ചാണക്യന്റെ ദർശനത്തിൽ ഇത്തരത്തിലുള്ള നുണകൾക്ക് താൽക്കാലികമായ നേട്ടങ്ങൾ മാത്രമേ നൽകാൻ കഴിയൂ. സത്യം ഒരു നാൾ പുറത്തു വരുമ്പോൾ ഈ ആളുകൾക്ക് അവരുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടും. അവരുടെ വാക്കുകൾക്ക് ഒരു വിലയുമില്ലാതാവുകയും അവരുടെ എല്ലാ ബന്ധങ്ങളും തകർന്നടിയുകയും ചെയ്യും. മറ്റുള്ളവരെ വശീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ ഏഴാമത്തെ ലക്ഷണം അവർ വൈകാരികമായി ചൂഷണം ചെയ്യുമെന്നുള്ളതാണ്. മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് അവ പരസ്പര ബഹുമാനത്തെയും വിശ്വാസത്തെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം എന്നാണ്. എന്നാൽ വശീകരണ സ്വഭാവമുള്ളവർ മറ്റുള്ളവരുടെ വികാരങ്ങളെ തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അവർ വൈകാരികമായ സമ്മർദ്ദം ചെലുത്തിയും സഹാനുഭൂതി പിടിച്ചുപറ്റിയും തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നു. ഈ തന്ത്രങ്ങളിലൂടെ ഇവർ മറ്റുള്ളവരെ കൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യിക്കുന്നു. ചാണക്യന്റെ ദൃഷ്ടിയിൽ ഇത്തരം ആളുകൾക്ക് യാതൊരു ധാർമ്മിക മൂല്യങ്ങളുമില്ല. വൈകാരികമായ ചൂഷണം ഒരു ബന്ധത്തിന്റെ അടിത്തറ ഇല്ലാതാക്കുന്നു.
ഇവർ തങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും മുതലെടുത്ത് തൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധം വളരെ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കും. ചാണക്യൻ്റെ ഈ തത്വങ്ങൾ ആധുനിക കാലത്തും വളരെ പ്രസക്തമാണ്. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ ഒഴിവാക്കണം എന്ന് തീരുമാനിക്കാൻ സാധിക്കും. അമിതമായ അഭിനയം, ശ്രദ്ധാകേന്ദ്രം, ഇഷ്ടം പിടിച്ചുപറ്റൽ, അഭിപ്രായങ്ങളുടെ അടിച്ചേൽപ്പിക്കൽ, അസൂയയും കുറ്റപ്പെടുത്തലും, നുണകളും കെട്ടിച്ചമച്ച കഥകളും, വൈകാരികമായ ചൂഷണം എന്നിവയെല്ലാം അപകടകരമായ ലക്ഷണങ്ങളാണ്. ഈ സ്വഭാവ രീതികളുള്ള വ്യക്തികളുമായി ഇടപഴകുമ്പോൾ നാം കൂടുതൽ ജാഗ്രത പുലർത്തണം. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെയും ബന്ധങ്ങളെയും സംരക്ഷിക്കുവാൻ സഹായിക്കും. ചാണക്യൻ്റെ ഉപദേശമനുസരിച്ച് വിവേകത്തോടെ ചിന്തിക്കുകയും ആളുകളെ അവരുടെ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.